ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാറ്റ് ഫിഷ് എഗ്ഗ് മസാലയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കാറ്റ് ഫിഷിൻ്റെ എഗ്ഗ് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അതിന് ശേഷം നിങ്ങളിതിലേക്ക് വിനിഗർ ഉപയോഗിച്ച് കൂടെ കഴുകിയാൽ അതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സവാളയാണ്. ഇവിടെ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അധികം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട, കാരണം നമ്മൾ കാറ്റ് ഫിഷ് എഗ്ഗ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി സവാള നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പാത്രം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കാറ്റ് ഫിഷിൻ്റെ എഗ്ഗാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. ഇപ്പോൾ കാറ്റ് ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് ഇതിന് നല്ലൊരു ഉറപ്പാണ് ഉണ്ടാവുക, കുറച്ച് കട്ടി ഉണ്ടാവും. നമ്മളിത് കുറച്ച് നേരമാണ് വേവിക്കുന്നതെങ്കിൽ അതിന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ വേണ്ടവർക്ക് അത് പെട്ടെന്ന് വായിലിടുമ്പോൾ തന്നെ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാറ്റ് ഫിഷ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സിമ്മിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.